അടുത്ത നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനം 133 സങ്കീർത്തനമാണ്. വളരെ സുപരിചിതമായ സങ്കീർത്തനമാണ്. 3 വാക്യങ്ങളുള്ളൂ. ഒരുപക്ഷെ മിക്കവർക്കും ഇത് കാണപ്പെടാതിരിക്കാം. പല ആവർത്തി നമ്മൾ ഇതിനെക്കുറിച്ച് ഈ ഭാഗത്ത് നിന്ന് ധ്യാനിച്ച് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇന്നെന്ത് പറയണമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് വന്നൊരു ഒരു വാക്യത്തിൽ നിന്നാണ് ഞാൻ ഈ ഒരു സങ്കീർത്തനം എടുക്കുന്നത്. നമുക്ക് ഈ സങ്കീർത്തനത്തിലേക്ക് കടക്കാം. ഈ സങ്കീർത്തനം നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ തലക്കെട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഇത് ആരെഴുതിയതാണെന്നല്ലേ. ഇത് സങ്കീർത്തനകാരനായ ദാവീദിന്റെ സങ്കീർത്തനം നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല അവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, ആരോഹണ ഗീതം അല്ലേ. അപ്പോൾ സങ്കീർത്തന പുസ്തകത്തിൽ 15 ആരോഹണ ഗീതങ്ങളുള്ള 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങളാണ് ആരോഹണ ഗീതങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അതിൽ 14ാമത്തെ ആരോഹണ ഗീതമാണ് നമ്മളിന്ന് വായിച്ചത്. മാത്രമല്ല ഈ ഒരു സങ്കീർത്തനം തീർത്ഥാടന സങ്കീർത്തനം എന്നും കൂടി പറയാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പെസഹ, പെന്തോസ് പെരുന്നാൾ, കൂടാര പെരുന്നാൾ എന്ന സമയത്ത് ഈ സങ്കീർത്തനം അവർ പാടി സന്തോഷിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അതായത് പല സ്ഥലത്ത് ചിതറിപ്പോയ യഹൂദരെ ഈ ഉത്സവ സമയത്ത് ഒരുമിച്ച് കൂടും. ആ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ സുഹൃത്തുക്കളും അവരുടെ ബന്ധുക്കാരും കൂട്ടുകാരും അങ്ങനെ പഴയ ആൾക്കാരൊക്കെ എല്ലാം കണ്ടുമുട്ടുമ്പോൾ ആ ഒരു വളരെ സന്തോഷത്തിലെ നമുക്ക് പറയണേ നമ്മളെ കുറിച്ച് പറയാൻ നമുക്ക് വേറെ ഉത്സവം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മാസയോഗോ അല്ലെങ്കിൽ ആടർത്തിക്കൊക്കെ എല്ലാവരും കൂടി വരുന്നപ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമല്ലേ. അങ്ങനെ ഒരു സന്തോഷ സമയത്ത് അവർ പാടി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. ഒന്നുകൂടി നമ്മൾ പറയുകയാണെങ്കിൽ ഈ സങ്കീർത്തനത്തിന്റെ ഒറ്റ വാക്കി പറഞ്ഞാൽ എന്താണെന്നറിയോ, ഐക്യതയുടെ ആനന്ദമാണ്. അതായത് ഇത് ഐക്യത വരാൻ വേണ്ടി പറയുന്നതല്ല, അല്ലെങ്കിൽ അവർ പ്രബോധനം പറയുന്നതല്ല. അവർ സന്തോഷത്തോടെ ഐക്യതയോടെ മറന്നു നിൽക്കുന്ന സമയത്ത് അവർ ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. 1-ാം വാക്യം വായിക്കാം. ഇതാ സഹോദരന്മാർ. അവിടെ ഇതാ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ലേ, ഒന്നിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഇതാ സഹോദരന്മാർ. അതായത് കാൺമീൻ എന്നൊക്കെ അർത്ഥമാണ് അതിന് വരുന്നത്. അവരെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇതാ സഹോദരന്മാർ എത്ര സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് നോക്കി എന്ന് പറഞ്ഞ പോലെ ഇതാ സഹോദരന്മാർ. ഈ ഇതാന്ന് ഉപയോഗിച്ചിട്ടുള്ള വേറെ 1-2 വാക്യങ്ങളുണ്ട്. 1-2 വേറെ വാക്യങ്ങളുണ്ട്. അതിൽ നമുക്ക് സുപരിചിതമായ 1-2 വാക്യങ്ങൾ ഞാൻ എടുക്കുന്നു. ഒന്ന് സംഖ്യ പുസ്തകം 23-9 വാക്യമാണ്. അതിൽ നമുക്ക് അറിയുന്ന ഒരാളാണ് ബിലിയാം പ്രവാചകൻ. ആ ഇസ്രായേൽ മക്കൾ കടന്നു പോകുന്നത് നോക്കി വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ. എന്താണോ പറയുന്നത്, ശിലാഗ്രഹങ്ങളിൽ നിന്ന് അവൻ നിന്നെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം ജാതികളുടെ കൂട്ടത്തിൽ. നമ്മൾ ഒത്തിരി പ്രാവശ്യം പറയാനുള്ള വാക്യ. വേറൊരു വാക്യം കൂടിയുണ്ട്, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ. അവിടെ പറയുന്നൊരു കാര്യമാണ്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി ഇതാ പഴയത് കഴിഞ്ഞു പോയി ഇതാ പുതിയതായി തീർന്നതിനെ നോക്കി വിളിച്ചു പറയും ഇതാ അത് പുതിയത്. അപ്പോൾ ഇവിടെ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ദാവീദ് പറഞ്ഞു ഇതാ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ അവരെ മുന്നിൽ കാണുന്ന ആ സന്തോഷാവസ്ഥയിൽ അവര് ഐക്യമായി നിൽക്കുന്നതിനെ കണ്ട് ഭിന്നിച്ച് നിൽക്കുന്നതല്ല, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മാറി നിൽക്കുന്നവരെ നോക്കിയല്ല, ഐക്യത്തോടെ ഒരു മനസ്സോടെ ഏക മനസ്സോടെ കൂടിയ ജനത്തെ നോക്കി പറയാം ഇതാ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് ഒത്തിരി ചിന്തകളുണ്ട്. അതിൽ പൊതുവായിട്ടുള്ളൊരു ചിന്ത ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതെങ്ങനെയാണ്, ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 12 ഗോത്രങ്ങളായിട്ടുണ്ട് കാണാൻ കഴിയും. ആദ്യ ഇസ്രായേലിന്റെ രാജാവായിരുന്നു ശൗൽ എന്ന് പറഞ്ഞ്. ശൗലിന്റെ ഭരണം തുടർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വർഗീയമായും രാഷ്ട്രീയമായ ഒത്തിരി ഭിന്നതകൾ കടന്നു വന്നു, ഒത്തിരി പ്രശ്നങ്ങൾ കടന്നു വന്നു. അപ്പോൾ അതിന് ഒത്തിരി കലഹങ്ങളും യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ കടന്നു വന്ന് ഈ ശൗലിന് ശേഷം ദാവീദ് അവിടെ രാജാവാണ്. അപ്പോൾ ദാവീദ് രാജാവാകുന്ന സമയത്ത് അവിടെ യഹൂദയും ഇസ്രായേലും കൂടി ഒരുമിച്ച് ദാവീദിനെ രാജാവാക്കുന്നൊരു സഭേളയുണ്ട്. ആ ഒരു 2 ശമൂവേൽ 5-ാം അധ്യായത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. വായിക്കാം. 2 ശമൂവേൽ 5-ാം അധ്യായം 1-2-3 വാക്യങ്ങൾ വായിക്കാം. ഞങ്ങളുടെ രാജാവായിരുന്നപ്പോൾ നായകനായ ഇസ്രായേലിനെ നടത്തിയത് നീ ആയിരുന്നു. ജനമായ ഇസ്രായേലിനെ മേയ്ക്കുകയും ഇസ്രായേലിൽ പ്രഭുവായിരിക്കുകയും ചെയ്യുമെന്ന് യഹോവയോട് അരുളി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ മൂപ്പന്മാരൊക്കെ ഹെബ്രോനിൽ രാജാവിന്റെ അടുത്ത് വന്നു. നോക്കി പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതാ ഒരു പശ്ചാത്തലം കണക്ട് ചെയ്യുന്നത്. അതായത്
ഈ ദാവീദിന്റെ അടുത്ത് ഇസ്രായേൽ മൂപ്പന്മാരും യഹൂദിയെല്ലാം കടന്നു വന്ന് ഈ ദേശങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടോ. ഇസ്രായേൽ എന്ന് പറഞ്ഞ ദേശങ്ങളെ കുറിച്ചാണ്. ഇവരെല്ലാം കടന്നു വന്ന് പറയും, നീ ഞങ്ങളുടെ മാംസത്തിന്റെ മാംസമാണെന്നൊക്കെ പറഞ്ഞ് ഒരുമിച്ച് കൂടി അവരെല്ലാവരും കൂടി ദാവീദിന്റെ അടുത്ത് രാജാവാക്കാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ദാവീദ് പറയാം, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാവുന്നു അല്ലേ. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനെ കുറിച്ച് അത്രയും വികാരത്തോടെ പറയണമെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച ആളാണ് ദാവീദ് എന്നുള്ള ആ ഒത്തൊരുമയില്ലായ്മയോടെ അല്ലെങ്കിൽ അതിൻ്റെ വേദന അറിഞ്ഞ് കടന്നുപോയതാണ് ആര്? ദാവീദിനെ അഭിഷേകം ചെയ്ത സമയത്ത് നമുക്കറിയാലേ, അഭിഷേകം ചെയ്യുന്ന സമയത്ത് തൻ്റെ സഹോദരങ്ങളെ തള്ളപ്പെട്ടവനാ. അതിൻ്റെ ദുഃഖം എന്താണെന്ന് മനസ്സിലാക്കിയതാ. സഹോദരങ്ങൾ തന്നെ നിന്ന് മാറിപ്പോകുമ്പോൾ, തന്നെ മാറ്റി നിർത്തുമ്പോൾ അതിൻ്റെ വേദന നന്നായി അനുഭവിച്ചറിഞ്ഞ ദാവീദ് താൻ ഇപ്പോൾ കാണാൻ നീ ഞങ്ങളുടെ മാംസത്തിൻ്റെ മാംസാന്ന് പറഞ്ഞിട്ട് ഇവർ കൂടിയപ്പോൾ അത് തനിക്ക് ഉൾക്കൊള്ളാൻ തൻ്റെ ഹൃദയത്തിനകത്ത് ആ സന്തോഷം എന്ന് പറയാം നിറഞ്ഞു കവിഞ്ഞ് പറയും, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. ആ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാവുന്നു എന്ന് പറയാം. വേറൊരു ഉദാഹരണം വേറൊരു സംഭവം നിങ്ങൾക്ക് അറിയാം. ഉൽപ്പത്തി പുസ്തകത്തിലെ 45-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ യോസേഫിനെ കുറിച്ച് കാണാൻ കഴിയൂലേ. യോസേഫിന് എന്താ ചെയ്തേ? അവർ സഹോദരങ്ങളാൽ തള്ളപ്പെട്ടു. കിണറ്റിൽ വരെ അവനെന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. അവനെ വിറ്റ് കളഞ്ഞൂലേ. ആരും ചെയ്യാൻ മടിക്കുന്ന അല്ലേ, അത് വലിയ ദ്രോഹം ചെയ്തിട്ടാണോ? അല്ല, അത്രയും തന്നെ ഉപേക്ഷിച്ചു. 45-ന്റെ 1-ാം വാക്യം വായിച്ചോട്ടെ. അത് നോക്കി, അങ്ങനെ തള്ളപ്പെട്ട യോസേഫ് കാലങ്ങൾ കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ആ ദേശത്തിന്റെ മന്ത്രിയാക്കി മാറ്റി. ഈ സമയത്ത് നമുക്ക് അതിന്റെ സാഹചര്യങ്ങൾ അറിയാം. തന്റെ സഹോദരങ്ങൾ തിരിച്ച് കടന്നു വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ തന്നെ വെളിപ്പെടുന്നതിന് തൊട്ട് മുന്നുള്ള ഒരു ഭാഗമാണ്. 1-ാം വാക്യം വായിച്ചോട്ടെ. ഓക്കെ, 3-ാം വാക്യം വായിക്കാം. 3 മുതൽ. യോസേഫ് സഹോദരന്മാരോട്, ഞാൻ യോസേഫ് ആകുന്നു, എന്റെ അപ്പൻ ജീവനോട് ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാർ അവന്റെ സന്നിധി ഭ്രമിച്ചു പോയതുകൊണ്ട് അവന് ഉത്തരം പറയാൻ അവർക്ക് കഴിഞ്ഞു. മതി. നോക്കിയേ, യോസേഫിനെ വളരെ നന്നായിട്ട് വേർപാടിന്റെ വേദന അറിയാം, നിന്ദിക്കപ്പെട്ടതിന്റെ വേദന അറിയാം, തള്ളപ്പെട്ടതിന്റെ വേദന അറിയാം. ആ വേദന അറിഞ്ഞ യോസേഫ് 15-ാം വാക്യത്തിൽ പറയാ, എന്താ പറയുന്നത്? നോക്കിയേ, ആ ഒരു സന്തോഷം നോക്കിയേ. ഈ സന്തോഷത്തിന് താൻ കുറച്ച് വേദന താൻ കടന്നുപോയി. ഇതുപോലെയാണ് ദാവീദിന്റെ അവസ്ഥ. തന്നെ മറ്റുള്ളവരിലെല്ലാം തള്ളപ്പെട്ടു അല്ലേ. ആ തള്ളപ്പെട്ട ദാവീദിനെ ഒരു സഹോദരന്മാർ കൂട്ടുകൂടിയപ്പോൾ എല്ലാവരും കൂടി ഒത്തുചേർന്ന ആ സന്തോഷം അനുഭവിച്ചു പറയാ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. സഭയുടെ പ്രാരംഭ കാലഘട്ടങ്ങളെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒത്തൊരുമയാണ്, ഐക്യമാണ്. ഈ ഒരു കൂടിച്ചേരല നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 2 മുതൽ അതിന് മുന്നേ അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായം 44-ാം വാക്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. വിശ്വസിച്ച എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സകലവും പൊതുവകയെന്ന് തന്നെ. നമ്മുടെ പ്രാരംഭത്തിൽ ഈ ആദിമസഭയിലെ കാര്യം എന്ന് പറഞ്ഞാൽ അവര് ജനങ്ങൾക്കിടയിൽ വിശ്വാസികൾക്കിടയിലുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ ഒരുമിച്ച് കൂടി അവര് ഐക്യമത്യപ്പെട്ടു, ഒന്നായി തീർന്നു, പൊതുവക എന്നെണ്ണി. നോക്കി, അതൊക്കെ നോക്കി അവരുടെ ഉള്ളിലെ അത്രയും ഒരു സന്തോഷം അവർ അനുഭവിച്ചുകൊണ്ടാണ്. പക്ഷേ കുറച്ചും കൂടി കഴിയുമ്പോൾ പൗലോസ് ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ അവിടെ ഫിലിപ്പിയ വിശ്വാസത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 2-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐക്യമത്യപ്പെട്ട്, ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവാൻ, ചാടിത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തരും മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠം എണ്ണിക്കൊള്ളുവിൻ, ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റൊരു ഗുണം കൂടെ നോക്കണം. അതായത് ആ ഫിലിപ്പിയ സഭയോട് ഉപദേശിക്കേണ്ടതായി കടന്നു വന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? ഏക മനസ്സോട് വരണം. നിങ്ങൾ മറ്റുള്ളവരെയും നമ്മളെക്കാളും ശ്രേഷ്ഠനായ എണ്ണം. നമ്മുടെ ഗുണം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരെ ഗുണം കൂടി നോക്കണം എന്ന് പറഞ്ഞൊരു പ്രബോധനം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എന്ത് കടന്നു വന്നു? മാറുകയായി തീർന്നു. അപ്പോൾ ഒത്തൊരുമിച്ച് വസിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം, അതിൻ്റെ സന്തോഷം നമ്മൾ അനുഭവിച്ചുള്ളതായിരിക്കും. അതിലേക്ക് എത്തിച്ചേരണമെന്നാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എന്താന്ന് പറഞ്ഞേ, അത് ശുഭമാണ്, അത് മനോഹരമാണ്. ഒരു കുടുംബത്തിലായാലും ഒത്തൊരുമിച്ചുള്ളൊരു കുടുംബം അത് ശുഭമായി തീർന്ന കുടുംബമായിരിക്കും, അത് മനോഹരമായിരിക്കും. എന്തെല്ലാം കുറവുകളുണ്ടെന്നോ പ്രശ്നങ്ങളുണ്ടെന്നോ അല്ല, ഒരു കുടുംബത്തിൽ ഒത്തൊരുമയുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അവിടെ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം വേറെയാണ്.
അത് മാത്രമല്ല, കുടുംബം മാത്രമല്ല, ഒരു സഭയായിക്കോട്ടെ, സമൂഹമായിക്കോട്ടെ, നമുക്കത് കാണാം. ഇന്ന് കാലഘട്ടത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒത്തൊരുമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതിന്റെ കാരണം ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ കാര്യം എന്താ നിങ്ങളൊന്ന് താഴുവിൻ, നിങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തുവിൻ, മറ്റുള്ളവനെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനായി എണ്ണുവിൻ. പിന്നെ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇന്ന് സ്വന്തം ഗുണമല്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ കുടുംബത്തിൽ നോക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഈ ഒത്തൊരുമയ്ക്ക് നമുക്ക് കഴിയാതെ വരുന്നത്. ഈ കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? ഈ ഒത്തൊരുമ നമുക്ക് ലഭിക്കുവാനായി തീരും. നമ്മൾ ഒരുമിച്ച് വസിക്കുന്നതാണ് ശുഭം. എല്ലാവരുടെ ജീവിതത്തിലും നമ്മുടെ ഭവനം ശുഭമായി തീരാൻ, നമ്മൾ മനോഹരമായി തീരാൻ എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹത്തിന് അതിൻ്റെ പ്രധാന കാര്യം എന്താണെന്നറിയൂ? ഒത്തൊരുമയാണ്. നമ്മൾ ഒരുമിച്ച്, നമ്മൾ പറയില്ലേ ഐക്യമത്യ മഹാബലം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് നമ്മുടെ ഒരു ബലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുവാനിടയായി തീരട്ടെ. ആ ഒരു ഒരുമിച്ച് നിൽക്കുന്നതിൽ നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം ശുഭമുള്ളതായി തീരുവാനായി തീരും. ഒരു പായക്കപ്പലിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ കാറ്റ് കൊണ്ട് ഓടുന്ന പായക്കപ്പൽ അല്ലേ? ആ കാറ്റാണ് ഈ പായക്കപ്പലിനെ ശുഭമായ ആ തീരത്തിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷെ ഈ കാറ്റ് മാറുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? ആ പായക്കപ്പൽ തന്നെ അതിന് നിയന്ത്രണം വിട്ടുപോകാനും സംഭവിക്കും. അപ്പോൾ ഇത് നമുക്ക് പ്രയോജനമുള്ളതാക്കി നമുക്ക് എന്ത് ചെയ്യണം? മാറ്റാൻ കഴിയുക എന്നുള്ളതാണ് ഈ ശുഭത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതിൻ്റെ ആ ഒരു ഫലപ്രാപ്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലൊരു കപ്പലിൽ നമ്മൾ യാത്ര ചെയ്യുക, നമ്മൾ കുടുംബം കുട്ടികളായി നമ്മുടെ കപ്പലിലുള്ളൊരു കുറച്ച് കൂട്ടരാണത്. ഇതിനെ നമുക്കൊരു ലക്ഷ്യമുണ്ട്. എന്ത് ചെയ്യണം? നമ്മൾ യാത്ര പുറപ്പെട്ടു, ഒത്തിരി പ്രതിസന്ധികളോടെ പ്രശ്നത്തിലൂടെ നമ്മൾ യാത്ര പുറപ്പെട്ടതാ, ഒറ്റയ്ക്ക് ഇറങ്ങി വന്നതാ, നമ്മുടെ ഡിസിഷനൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഇതെന്ത്? ശുഭമായി എത്തിച്ചേരണം, ഇത് മനോഹര ദേശത്തെത്തണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കാറ്റിനോട് കൂടെ ചേർന്ന് ആ മന്ദമായ കാറ്റ് നമ്മൾ അനുഭവിച്ച് നമ്മൾ കടന്നു പോകാൻ ഇടയായിത്തീരണം. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ശുഭമായ ഒരു തീരത്തെത്തുവാൻ കഴിയത്തുള്ളൂ. അടുത്തൊരു ഭാഗത്തേക്ക് കടക്കുമ്പോൾ 2-3 വാക്യങ്ങൾ വായിച്ചോട്ടെ. അത് വസ്ത്രത്തിന്റെ വിളിവിലേക്ക്, നീണ്ടെടുക്കുന്ന താഴിലേക്ക്, അവരുടെ താഴിയിൽ തന്നെ ഒഴുകുന്നതായി അത് തലയിൽ വിശേഷതയോടെ സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്റെ മഞ്ഞ് പോലെയുമാകുന്നു. അപ്പോൾ ഇത്രയും ഒന്നാമത്തെ വാക്യം വായിച്ചപ്പോഴേ നമുക്ക് മനസ്സിലായി ഈ സങ്കീർത്തനം പറയുന്നത് എന്താ? ഐക്യതയെ കുറിച്ചാണ്. ഊന്നൽ കൊടുക്കുന്ന ഐക്യത വരുന്നതാ. അപ്പോൾ ഈ ഐക്യതയെ വിവരിക്കാൻ സങ്കീർത്തനക്കാരൻ 2 ഉദാഹരണം എടുക്കുക. ഒന്നാമത്തെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ അഭിഷേക തൈലം. ഈ അഭിഷേക തൈലത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴും ഇതിന്റെ പശ്ചാത്തലം നമുക്ക് കണക്ട് ആവും. ദാവീദിന്റെ അഭിഷേകം ചെയ്ത കാര്യത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് അഭിഷേക തൈലം, രണ്ടാമത്തെ എന്താ? ഹെർമോണിലെ മഞ്ഞിനെ കുറിച്ച്. 2 കാര്യങ്ങളെ കുറിച്ചാണ് ഐക്യതയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ അഭിഷേക തൈലം എന്ന് പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 25-ാം വാക്യത്തിലെ ഈ വിശുദ്ധമായ അഭിഷേക തൈലം എങ്ങനെയാണ് ഉണ്ടാക്കണ്ടേ, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ ചേർക്കണ്ടേ, എത്ര അളവ് ചേർക്കണം എന്നൊക്കെ നമുക്ക് അതിൽ കാണാൻ കഴിയും. ഈ അഭിഷേക തൈലത്തെ നമ്മൾ നമ്മൾ അതിന് ഉപയോഗിക്കാറുള്ളത് പരിശുദ്ധാത്മ അഭിഷേകത്തെ കൂടാണ് ഉപയോഗിക്കാറുള്ളത്. ഈ തൈലത്തിന് 1-3 പ്രത്യേകതകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇത് വിശുദ്ധിയെ കാണിക്കുന്നു. ഇതങ്ങനെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു, എല്ലാവരും ഉണ്ടാക്കില്ല. ആ ഒരു പ്രത്യേക ദൗത്യത്തിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പ്രധാനമായും ഇത് മഹാപുരോഹിതന്മാർക്ക് അഭിഷേകം ചെയ്യുമ്പോഴാണ് ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ കുറച്ച് പ്രത്യേകതകളുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ചേർക്കുന്നതിൽ സൗരഭ്യ വാസനയുള്ള നല്ല സുഗന്ധ സംഭവങ്ങളോട് ഇതിനെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഈ തൈലം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ അമ്മാമ്മ ഉണ്ടായിരുന്നു. അമ്മാമ്മയുടെ ഒരു തൈലുണ്ട്, അത് പറ്റുമ്പോൾ നമ്മളെ പരിസരത്തിൽ പോകാൻ പറ്റില്ല. ഇതാണ് നമുക്കറിയുന്ന തൈലം. അപ്പോൾ അതാണ് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യുന്നത്. ദൈവം ഈ തൈലൊക്കെ ഇങ്ങനെ തലയോടെ ഒഴിക്കുന്നു, പിന്നെ ആ പരിസരത്തിലുള്ള ആൾക്കാർ പോകത്തില്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണേ. പക്ഷെ അതിൻ്റെ കൂട്ട് വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ മാത്രമല്ല ഇതിന് സൗരഭ്യ വാസനയുണ്ട്. അപ്പം ഇത് തലയ്ക്കകത്ത് വീഴുമ്പോൾ അല്ലെങ്കിൽ ഇത് ഒഴിച്ചൊരു വ്യക്തി ദൂരത്ത് നിന്ന് എന്ത് ചെയ്യും? അറിയും. ഇനി ഇത് ഒഴുകി എന്ത് ചെയ്യുന്നത്? ഇറങ്ങുന്നു, തലയ്ക്ക് ഒഴിക്കുന്നു, വസ്ത്രത്തിലേക്ക് വന്ന് വസ്ത്രം വിളുമ്പിലോടെത്തുന്നു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ തൈലം ഉണ്ടാക്കാൻ വ്യത്യസ്ത അളവുകളിൽ, ഞാനത് വായിക്കുന്നില്ല, വ്യത്യസ്ത അളവുകളിൽ വ്യത്യസ്ത വസ്തുക്കൾ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇതൊരു സഭയെ കാണിക്കുക. നമ്മളെല്ലാവരും വ്യത്യസ്ത അളവുകളുള്ളവരാ, വ്യത്യസ്ത രീതിയിലുള്ളവർ, വ്യത്യസ്ത കുടുംബത്തിൽ വന്നവരാ. ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് വിശുദ്ധമായി തീരും. ഇതിലൊരു സൗരഭ്യം എന്ത് ചെയ്യും? പുറത്തോട്ട് വരും. ഇത് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് മണക്കാൻ കഴിയും. മാത്രമല്ല ഇതിൻ്റെ മുകളിൽ മുതൽ താഴെ എല്ലാ മേഖലകളിലേക്ക് എന്ത് ചെയ്യുന്നേ? ഈ തൈലം ഇറങ്ങുവാണ്. അപ്പോൾ ഇത് എന്തിനെ കാണിക്കുന്ന പറഞ്ഞേ? ആ ദാവീദ് നോക്കുമ്പോൾ ആ അഭിഷേക തൈലം തൻ്റെ മേൽ വീണ് താൻ ഒഴുകുന്നതിനെ കുറിച്ച് പറയാം. ഇതിനെ ഐക്യതയെ കാണിക്കുക.
ഇതിനെ ഉദാഹരണമായി. അപ്പം ഇതുപോലെ ആയിരിക്കണം എന്ത് ചെയ്യണം, നമ്മൾ ഐക്യമായിരിക്കണം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഹെർമോണിലെ മഞ്ഞിനെ കുറിച്ചാണ്. ഹെർമോണിലെ മഞ്ഞിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇത് പറയുമ്പോൾ നോക്കിയാൽ ഇതൊരു പർവ്വതമാണ്, മഞ്ഞ് ഉറച്ചു നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഈ മഞ്ഞ് ഉരുകണ സമയമുണ്ടല്ലേ, ഇത് ഉരുകി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് പ്രത്യേകത ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് നല്ല തണുത്ത വെള്ളമായിരിക്കും ഇതിൻ്റെ താഴത്തേക്ക് ഒഴുകി വരിക. നല്ല നീരുറവ് പോലെ ഒഴുകി താഴേക്ക് പോകും. താഴെ വരണ്ട നിലങ്ങളായിരിക്കാം. പക്ഷേ ഈ വെള്ളം ചെല്ലുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും? കുളിർമയേകും. ചിലപ്പോൾ ജീവിതത്തിൻ്റെ പിരിമുറുക്കവും സമാധാനമില്ലാതെ ഇരിക്കുന്നവരായിരിക്കാം. പക്ഷെ ഈ വെള്ളം ചെല്ലുമ്പോൾ അവരുടെ മനസ്സിന് എന്ത് ചെയ്യും? അവർക്കൊരു കുളിര് ലഭിക്കും, അവർക്കൊരു ആശ്വാസം ലഭിക്കും, അവർക്കൊരു സമാധാനം ലഭിക്കും. അതാണ് ഈ മഞ്ഞ് അവിടേക്ക് ഉരുകി വരുന്നത്. മാത്രമല്ല ഈ വെള്ളം അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണങ്ങിക്കിടന്നതൊക്കെ എന്ത് ചെയ്യും? ഒന്ന് ജീവൻ പ്രാപിക്കും, അല്ലേ? ഒരു പുതിയ തളിരിടും, ഒരു സമൃദ്ധി ഉണ്ടാവും. ഹല്ലേലൂയ. അപ്പോൾ സംഗീതം പറയാം, ഐക്യത എന്ന് പറഞ്ഞാൽ ഈ ഹെർമോണിലെ മഞ്ഞ് പോലെയാണ്. ഇത് വരണ്ട നിലമാണ്. അവിടെ ദൂരത്താ ഈ പർവ്വതം കിടക്കുന്നത്, എത്ര ദൂരത്താ. പക്ഷെ ഇത് ഉരുകി താഴേക്ക് എത്തുമ്പോൾ അത് എല്ലാ മേഖലകളിലേക്കും പ്രയോജനം ചെയ്യുന്ന പോലെ, എല്ലാവർക്കും തണുപ്പേകുന്ന പോലെ, എല്ലാവരും മനസ്സിനും ആശ്വാസം പകരുന്ന പോലെ നമ്മുടെ ഐക്യത ഈ ഇതുപോലെ പകരുവാനായിത്തീരുന്നതാണ്. അവസാന ഭാഗത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവിതം കൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഭിന്നിച്ചിരിക്കുന്നതാണെങ്കിൽ, നമ്മൾ മാറിയിരിക്കുന്നവരാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഐക്യബന്ധപ്പെടുവാനാണ്, നമ്മൾ ഒരുമിക്കുകയാണ്. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവിതം കൽപ്പിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഈ ഒരു ഐക്യത്തിലേക്ക് കടന്നു വരുവാൻ സംഗീതകാരൻ പറയുന്ന പോലെ നമ്മുടെ കൂട്ടായ്മകൾ നമ്മൾ കൂടുന്നത് എന്താണ്? ഈ പാട്ട് പാടുവാൻ വേണ്ടി. ഇതുകൊണ്ട് അവരെല്ലാവരും കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരമാവും എന്ന് പറഞ്ഞ് അവർ സ്തുതിക്കാറുള്ളത് അതുകൊണ്ടാണ്. മാത്രമല്ല, ഞാൻ വിട്ടുപോയൊരു കാര്യം കൂടി അവിടെ ആഡ് ചെയ്തിട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ഈ സഹോദരന്മാരെന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് നോക്കിയപ്പോൾ ഇതൊരു സംസ്കൃത വാക്കാണ്. 2 വാക്കിൽ നിന്നാണ് ഈ ഒരു സഹോദരൻ എന്ന വാക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 വാക്കുകളിൽ ഒന്ന് സഹ എന്ന് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കൂടെയുള്ള അല്ലെങ്കിൽ ഒരുപോലെയുള്ള എന്നൊക്കെ അർത്ഥം. ഉദരം, സഹ ഉദരം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, വയറ്. അതായത് ഒരേ ഉദരത്തിൽ നിന്ന് ജനിച്ചവൻ, ഒരേ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചവൻ എന്നർത്ഥം സഹോദരൻ. അപ്പോൾ നമ്മൾ എല്ലാവരും കയറി സഹോദര എന്ന് വിളിക്കുമ്പോൾ ദേഷ്യമുള്ളവരെയും എല്ലാവരും നമ്മൾ സഹോദര എന്ന് വിളിക്കും. അപ്പം അതിനർത്ഥം എന്ന് പറഞ്ഞാൽ കൂടെയുള്ളവൻ, ഒരേ ഉദരത്തിൽ നിന്ന് വന്നതെന്നാണ്. അപ്പം ഇവിടെ നമ്മൾ ഈ സങ്കീർത്തനങ്ങളെടുത്ത് നോക്കുമ്പോൾ ഇതൊരു കേവലം രക്തബന്ധമുള്ളവരെ മാത്രമല്ല പറയുന്നത്, അവർ വിശ്വസിക്കുന്ന ആ ദൈവത്തിൽ കൂടിച്ചേർന്ന ആ വലിയ കൂട്ടത്തെയാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്? സഹോദരൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആഴമേറിയ അർത്ഥത്തിൽ നമ്മളായി തീർന്നാൽ എന്ന് സംഭവിക്കേണ്ടതായിത്തീരും. നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമുക്ക് കടന്നു വരാൻ കഴിയും. മാത്രമല്ല, ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഉപവാസത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ നോമ്പും നിങ്ങൾക്ക് പ്രസാദമുള്ള ദിവസവും എപ്രകാരം എന്ന് ചോദിക്കുന്നുണ്ട്. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നോമ്പുകളുടെ ഒരു അനവധി നോമ്പുകൾ കൂടുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അവിടെ പറയുകയാണ്, യെശയ്യാവ് പ്രവാചക പുസ്തകം 58-ാം അധ്യായത്തിൽ അതിൽ 5, 6, 7 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിങ്ങളെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ. ഒത്തിരി കാര്യങ്ങളോട് പറഞ്ഞിട്ട് പറയാം, നിങ്ങൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള യാഗം എന്താ? അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും ഉപവാസ സമയത്ത് ചിന്തിച്ചുകൊണ്ട് ഞാനതൊന്നും പറയാതെ ഞാൻ ഇതിലെ ഭാഗം മാത്രം എടുക്കുക. നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിങ്ങളെ തന്നെ മറയ്ക്കാതിരിക്കുന്നത് തന്നെ. പ്രൈസ് ലോർഡ്. ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം ദിവസം എന്ന് പറഞ്ഞാൽ എന്താ? സഹോദരനോട് മറയ്ക്കാതിരിക്കുന്നതാണ്. സഹോദരനായിട്ട് വർഷങ്ങളോളം മിണ്ടത്തില്ല, ഭയങ്കര ഉപവാസമാണ്. സഹോദരനായിട്ട് പിണങ്ങിയിരിക്കുക വർഷങ്ങളായിട്ട്, കണ്ടാൽ പോലും മിണ്ടത്തില്ല. കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും എന്നൊക്കെ പറയുന്ന പോലെയാണ്. പക്ഷെ ഉപവാസവും പ്രാർത്ഥനയൊക്കെയാണ്. അപ്പോൾ നമ്മളിത് വായിച്ചിട്ട് എത്ര പ്രാവശ്യം വായിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷെ നമ്മളിത് കാണാതെ പോരുത്. ദൈവത്തിന് ഇഷ്ടമുള്ള പ്രസാദം എന്താ? നിന്റെ സഹോദരനോട്. അത് രക്തബന്ധമായാലും യേശു രക്തബന്ധമായാലും നമ്മുടെ ആരായാലും ഈ ഒരു ബന്ധത്തിലായിരിക്കണം. അപ്പോൾ ഒരു സഹോദര ബന്ധത്തിൻ്റെ വേദന അനുഭവിച്ച സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുക, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നു, എത്ര മനോഹരമാകുന്നു. സഹോദര ബന്ധത്തിൻ്റെ വേദന അനുഭവിച്ച ജോസഫ് പറയുക, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരം. ഈ ദിവസങ്ങളിൽ ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു ഐക്യത്തിലായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്
ദൈവം എന്ന് വിരമിക്കും. ദൈവത്തെ അനുഗ്രഹിക്കട്ടെ.